നമസ്കാരം. ഇന്ന് മകരവിളക്കാണ്. സ്വാമി അയ്യപ്പനെ തിരുവാഭരണ ഭൂഷണനാക്കി സദ്യയോടെ ദീപാരാധനയുമൊക്കെ നടത്തുകയും ചെയ്യും ശബരിമലയിൽ. അതോടൊപ്പം അയ്യപ്പന്മാർക്ക് സ്വർണത്തിൽ കുളിച്ചു നിൽക്കുന്ന അയ്യപ്പ സ്വാമിയെ കൺകുളിർക്കെ ദർശിക്കാനുള്ള ഒരു സൗഭാഗ്യവും ഇന്ന് ലഭിക്കും. അതോടൊപ്പം തന്നെ പൊന്നമ്പലമേട്ടിൽ മകരവിളക്കും ആകാശത്ത് മകര ജ്യോതിയും തെളിഞ്ഞു നിൽക്കും. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാ വർഷവും മണ്ഡലകാല മകരവിളക്ക് സമയത്ത് ശബരിമലയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഈ മകരവിളക്കിനെ നിരോധിക്കാൻ പല വർഷങ്ങളായി പല കാലങ്ങളായി കമ്മികളുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ചുടാപ്പികളുടെ ഭാഗത്തു നിന്നും ഒരു ശ്രമം നടക്കുന്നുണ്ട്. എല്ലാ വർഷവും മകരവിളക്ക് സമയത്ത് അവർ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനെ തെറ്റിദ്ധാരണ വരുത്തുന്ന രീതിയിൽ അവർ പോസ്റ്റ് ഇടാറുണ്ട്. അതായത് ഇത് ഒരു അനാചാരമാണ് എന്ന രീതിയിലേക്ക് ചുടാപ്പികൾ പറയുന്നത് കാട്ടിനുള്ളിൽ കയറി തീ കത്തിക്കുന്നതല്ലേ ഇത് ഈ മകരവിളക്ക്, അതുകൊണ്ട് ഇത് അനാചാരമാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇത് നിർത്തണം എന്നൊക്കെ അവർ പറയുന്നു. കൂടാതെ സർക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് കമ്മികൾ പറയുന്നത്. ശരിയാണ്, കാട്ടിനുള്ളിൽ കയറി ആദിവാസികൾ മകരവിളക്ക് കത്തിക്കുന്നതാണ്. പൊന്നമ്പല വീട്ടിൽ മകരവിളക്ക് തെളിയുന്നത് ഈ ആചാരത്തെ ഏത് രീതിയിലാണ് അനാചാരമെന്ന് സുഡാപ്പികൾ വിളിക്കുന്നതെന്ന് അറിയില്ല. ഇത് ഇതുവരെയായിട്ട് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായിട്ടില്ല. കാരണം സ്വാഭാവികമായിട്ടും അമ്പലങ്ങളിലും വീടുകളിലും സന്ധ്യാസമയത്തും രാവിലെയും ഒക്കെ നിലവിളക്ക് കൊളുത്താറുണ്ട്. മിക്കവാറും സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ, ചിലപ്പോൾ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ആണുങ്ങൾ നിലവിളക്ക് വീടുകളിൽ കൊളുത്താറുണ്ട്. സാധാരണഗതിയിൽ സമയങ്ങളിൽ നിലവിളക്ക്, ദീപം എന്നൊക്കെ പറഞ്ഞ് ഉമ്മറത്ത് കൊണ്ട് സ്ത്രീകളാണ് വെക്കുന്നത്. കൂടാതെ രാമനാമം ജപിക്കാറുണ്ട്, സന്ധ്യാനാമം. ഇന്ന് അത് പൊതുവെ വീടുകളിലൊന്നും കാണുന്നില്ല. അപൂർവങ്ങളിൽ ചില വീടുകളിൽ മാത്രമേ കാണാറുള്ളൂ. നിലവിളക്ക് പൊതുവെ ഈശ്വരന്റെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ കാണുന്നത്. നിലവിളക്കിന്റെ ചുവട്ടിൽ ബ്രഹ്മാവും തണ്ട് വിഷ്ണുവും മുകളിൽ ശിവനും ദേവതാ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. എല്ലാം ചേർന്ന പ്രഭ പരബ്രഹ്മ ചൈതന്യത്തെയാണ് ഇത് കാണിക്കുന്നത്. ശബരിമലയിൽ നിന്ന് പൊന്നമ്പലമേട്ടിലേക്ക് മകരവിളക്ക് തൊഴുക, അവിടെ അത് കത്തിക്കുന്നത് തന്നെയാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം ഫോറസ്റ്റും ആദിവാസികൾക്കുമാണ് ഇത് കത്തിക്കാനുള്ള ചുമതല. വിളക്ക് കത്തിക്കാതല്ലാതെ സ്വയം നിലവിളക്ക് കത്തില്ല എന്നുള്ളത് ഒരു ഇതാണ്. കാരണം ഒരു ഇല്ലുമിനാലിറ്റി രീതിയിൽ വിളക്ക് കത്തില്ല. അങ്ങനെ കത്തണമെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഷോർട്ട് സർക്യൂട്ടോ ഇടിമിന്നലോ ഒക്കെ വന്നു വേണം. ഇരുന്നൊരു സാധാരണ നമ്മൾ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ പെട്ടെന്നൊരു വിളക്ക് കത്തുന്ന രീതിയിൽ സ്വാഭാവികമായിട്ട് ഇത് മനുഷ്യർ കത്തിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മകരവിളക്ക് മനുഷ്യർ തന്നെ എല്ലാ വർഷവും കത്തിക്കുന്നത്. അല്ലാതെ കഴിഞ്ഞ വർഷമോ അതിന്റെ മുമ്പത്തെ വർഷമോ മുതലല്ല ഇത് ഓട്ടോമാറ്റിക്കലി കത്തിക്കാതെ ഫോറസ്റ്റുകാരും അല്ലെങ്കിൽ ആദിവാസികളും കത്തിച്ചു വരുന്നത്. വർഷങ്ങളോളമായി ഇത് ആദിവാസികളും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി, ഫോറസ്റ്റ് അവർക്കാണ് ഇത് കത്തിക്കാനുള്ള ചുമതല. ദേവസ്വം ബോർഡും ഇത് സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. കൂടാതെ ലക്ഷക്കണക്കിന് ഇപ്പൊ പോലീസ്, അവിടെ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരായിക്കോട്ടെ, മകരവിളക്ക് കാണാൻ വേണ്ടി മകരജ്യോതി ദർശിക്കാൻ വേണ്ടി എത്തുന്ന ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ, ഇതെല്ലാം ഓരോ സംസ്ഥാനങ്ങളിലുള്ള അയ്യപ്പ ഭക്തർക്കും ഇത് അറിയാവുന്നത് തന്നെയാണ്. മകരവിളക്ക് സാധാരണ ഒരു ഇതിൽ വരുന്നതല്ല. ഒരു സമയമാകുമ്പോൾ അല്ലെങ്കിൽ ഒരു 6:30-7 മണിയാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി കത്തുന്നതല്ല. ഇത് കത്തിക്കുന്നതാണെന്ന് അറിയാം, എല്ലാവർക്കും ഇത് അറിയാവുന്നതാണ്. ശബരിമലയിൽ നിന്നും പൊന്നമ്പലമേട്ടിലേക്ക് ആ സമയം ആവുമ്പോഴത്തേക്കാണ് മകരവിളക്ക് കത്തിക്കുന്നത്. മകരജ്യോതി എന്നാൽ ആകാശത്തേക്ക് നക്ഷത്രം ഒരു സെലസ്റ്റിക് രൂപത്തിൽ പ്രകാശിക്കുന്ന ഒരു സമയമാണ്. ഈ നക്ഷത്രം സമയം നോക്കിയിട്ടാണ് ഇവരെല്ലാം തന്നെ ഇത് ചാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ശബരിമലയിലെ ഏറ്റവും വലിയൊരു പ്രശ്നം തീർത്ഥാടകർ കുമിഞ്ഞു കൂടുന്നു. അതായത് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വരുമ്പോഴും ശബരിമലയിൽ കുട്ടികൾക്കോ അതുപോലെ തന്നെ അയ്യപ്പ ഭക്തർക്കോ മണിക്കൂറോളം ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു. ഈ വെള്ളം അവർ സപ്ലൈ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്, കുടിവെള്ളം അയ്യപ്പ ഭക്തർക്ക് നൽകുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് എല്ലാവർക്കും കിട്ടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം കമ്പികളുടെ അറ്റത്ത് നിൽക്കുന്നവർക്ക് മാത്രം കുടിവെള്ളം കിട്ടുന്ന എന്നൊരവസ്ഥയിലേക്ക് വരുന്നു. എല്ലാ സ്ഥലത്തും കുടിവെള്ളത്തിന്റെ ഒരു യൂണിറ്റ് പ്രവർത്തിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നു. ശബരിമലയിലേക്ക് കുപ്പികളില്ല. പ്ലാസ്റ്റിക് കുപ്പി നിരോധിച്ചത് കൊണ്ട് തന്നെ കടകളിൽ പ്ലാസ്റ്റിക് കുപ്പികളുടെ വിൽപ്പന ഇല്ല. അപ്പോൾ എല്ലാ സ്ഥലത്തേക്കും ഓരോ പോയിന്റിലും കുപ്പികൾ കുടിക്കാനുള്ള ജലം അവിടെ വിന്യസിച്ചിരുന്നുവെങ്കിൽ ജനങ്ങൾക്ക്, അയ്യപ്പ ഭക്തർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത് അടുത്ത മണ്ഡലകാല മകരവിളക്ക് സമയങ്ങളിൽ ഇത് കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം.